മണവാളനും മസ്താനി അടിച്ചു പിരിഞ്ഞു. നേരം വെളുത്ത് ഇത്രയല്ലേ ആയുള്ളൂ. എന്നോട് ചോദിച്ചു തുടങ്ങി, ഏത് നൈസായിട്ട് എന്ത് ചെയ്ത് മസ്താനെ ഒഴിവാക്കിയില്ലേ, അവൾക്ക് നെഗറ്റീവ് വന്നപ്പോ ഒഴിവാക്കിയില്ലേ എന്നൊക്കെ എന്നോട് ചോദിച്ചു തുടങ്ങി. എന്തായിരുന്നു ഒരു കാലത്ത് രണ്ടാളുടെ സ്നേഹം? ഈച്ചയും ചക്കരയും പോലെ അല്ലായിരുന്നോ? ഒരു പായിൽ ഉറങ്ങി ഒരു പാത്രത്തിലുണ്ട്. അങ്ങനെ പടക്കടകുദാഹവ എന്തൊക്കെ മേളമായിരുന്നു, പാട്ട്, ഡാൻസ്. മസ്താനി ബിഗ് ബോസിൽ പോകുന്നത് വരെ ഓക്കെ ആയിരുന്നു, ഞങ്ങൾ നല്ല തിക് ഫ്രണ്ട്സ് തന്നെ ആയിരുന്നു. ബിഗ് ബോസിൽ കേറിയ സമയത്ത് ഞാൻ അവളെ സപ്പോർട്ട് ചെയ്തില്ല എന്നാണ് അവള് പറയുന്നത്. ആത്മാർത്ഥ സുഹൃത്തിനെ കശാപ്പുശാലിലേക്ക് തള്ളിവിട്ട ദുഷ്ടനാണ്. കാണാൻ പോലും നീ വന്നില്ല. നിന്റെ കിടപ്പ് കണ്ടു നിൽക്കാനുള്ള കെൽപ്പ് എനിക്കുണ്ടോടാ? അത്രയ്ക്ക് ക്രൂരനാണോടാ ഞാൻ? ബിഗ് ബോസിൽ കേറിയപ്പോ സപ്പോർട്ട് ചെയ്ത സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സപ്പോർട്ടിങ് മെറ്റീരിയൽ എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു വാസ്തവം. ഞാൻ എന്ത് വെച്ച് ഞാൻ സപ്പോർട്ട് ചെയ്യും? നിങ്ങൾ തന്നെ പറ, അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു സപ്പോർട്ട് ചെയ്യാൻ ഒരു മെറ്റീരിയല് പുറത്തേക്ക് വന്നിരുന്നില്ല, എനിക്ക് കിട്ടിയിട്ടില്ല. കുറച്ച് കഴിഞ്ഞാൽ ഗെയിം ചേഞ്ച് ആവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴത്തേനും 2 ആഴ്ച ആകുമ്പത്തിനും ആള് എവിക്റ്റ് ആയിട്ട് പുറത്തേക്ക് എത്തി. എന്നെ തേച്ചതാണല്ലേ? അരിയും മുങ്ങി, മണ്ണെണ്ണയും മുങ്ങി, മാസം തോറും കിട്ടണ പഞ്ചസാരയും മുങ്ങി. അപ്പോഴത്തേനും പിന്നെ എന്ത് ചെയ്ത് എന്നോട് പറഞ്ഞു, ഓ നീ എന്തെന്ന് സപ്പോർട്ട് ചെയ്യാണ്ടിരുന്നില്ല, അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞിട്ട് അതിലാണ് വിഷയം ഉണ്ടാവുന്നത്, ഞങ്ങള് ഉടക്കണതും. അറിയില്ലേ അവളുടെ സ്വഭാവം? ന്യായമായാലും അന്യായമായാലും അവളുടെ ഭാഗം ജയിക്കണം. അതിന്റെ ആ ഒരു രീതിയിൽ എന്ത് ചെയ്ത് അൺഫോളോ ചെയ്തു, എന്നെ എന്ത് ചെയ്ത് അൺഫോളോ ചെയ്താണ്. അപ്പൊ ഞാൻ തിരിച്ച് അൺഫോളോ ചെയ്തു. അങ്ങനെ എന്ത് ചെയ്തല്ലാണ്ട് ഞാനായിട്ട് എന്ത് ചെയ്തു ഒഴിവാക്കിയിട്ടില്ല ഒന്നുമില്ല. ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും, ഐ മീൻ ലോക പരാജയം. എന്തരോ ആവട്ടെ, നമുക്ക് എന്ത് ചെയ്ത് നമുക്ക് ഇപ്പൊ മസ്താനി പോയിന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മളെ ഉടക്കിരിക്കുന്ന വെച്ചിട്ട് നമുക്കൊന്നും എന്ത് ചെയ്ത് നഷ്ടപ്പെടാനുമില്ല. എനിക്കിഷ്ടപ്പെട്ടു, എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. നിനക്ക് ഇങ്ങനെ തന്നെ വേണം. ഒരു കാര്യം, മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി. ഇനി മരിച്ചാൽ ഐഡിയ പറയില്ലേ?